തമിഴ്നാട്ടിൽ മുഖ്യ എതിരാളികളായ അണ്ണാഡി എംകെയും ബിജെപിയും സഖ്യപ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ കോൺഗ്രസും ഡിഎംകെയും സീറ്റ് വിഭജന ചർച്ചകളുടെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. തമിഴ്നാട്ടിലെ 39 സീറ്റുകളും പുതുച്ചേരിയിലെ ഒരു സീറ്റും ഉൾപ്പെടെ 40 സീറ്റുകളിലാണ് കോൺഗ്രസ് ഡിഎംകെ സഖ്യം മത്സരിക്കുന്നത്. ഇതിൽ 9 സീറ്റുകൾ കോൺഗ്രസിന് നൽകിയേക്കുമെന്നാണ് സൂചന. 20-25 സീറ്റുകളിൽ വരെ സ്റ്റാലിന്റെ ഡിഎംകെ മത്സരിക്കും. സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കായി ബാക്കിയുള്ള സീറ്റുകൾ വിഭജിച്ച് നൽകും. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ മഹാസഖ്യത്തെ പ്രതിരോധിക്കാൻ ബിജെപി അണ്ണാഡി എംകെയുമായി സഖ്യത്തിലായിരിക്കുകയാണ്. ബിജെപി 5 സീറ്റുകളിൽ മത്സരിക്കാനാണ് ധാരണയായത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് കാര്യമായ സ്വാധീനമില്ലെങ്കിലും ഡിഎംകെയുമായി ചേർന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സഖ്യനേട്ടം കൊയ്യുമെന്ന് പ്രവചിക്കുന്ന ചില അഭിപ്രായ സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ജയലളിതയുടെ വിയോഗവും പാർട്ടിക്കുള്ളിലെ പിണക്കങ്ങളും അണ്ണാഡി എംകെയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നതാവും തിരഞ്ഞെടുപ്പ് ഫലം. 14 വർഷത്തിനു ശേഷമാണ് അണ്ണാഡി എംകെ എൻഡിഎയിൽ തിരിച്ചെത്തുന്നത്. ബിജെപിയുമായി സഖ്യം ചേരുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു. എന്നാൽ ജയലളിതയുടെ വിയോഗത്തിന് ശേഷം നേതൃസ്ഥാനത്തേക്ക് എത്തിയവർ ബിജെപിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.